ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ റോസ് പ്ലാന്റ്സ് ഒക്കെ വളരാതിരിക്കാനുള്ളൊരു കാരണം അത് നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയുമാകാം. റോസ് പ്ലാന്റ്സ് ഒക്കെ നടുമ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടിയിൽ നടുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം പോട്ട് സൈസ് ശരിയായില്ലെങ്കിൽ ചെടിയുടെ വേര് നന്നായി വളരാൻ സാധിക്കില്ല. ഈ കാരണത്താൽ അത് ചെടിയുടെ ഓവറോൾ ഗ്രോത്തിനെയും പൂക്കളുടെ എണ്ണത്തിനെയും ബാധിക്കും. റോസ് പ്ലാന്റിന് ശരിക്കും 8 ഇഞ്ച് പോട്ടാണോ നല്ലത്, 12 ഇഞ്ച് പോട്ടാണോ നല്ലത്? ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ പിന്നെ നമുക്ക് ആദ്യം 8 ഇഞ്ച് പോട്ടിനെ കുറിച്ച് അറിയാം. സാധാരണയായി 8 ഇഞ്ച് പോട്ട് ഉപയോഗിക്കുന്നത് കട്ടിംഗ് നട്ട് തുടങ്ങാൻ അല്ലെങ്കിൽ ചെറിയ നഴ്സറി പ്ലാന്റ്സ് തുടങ്ങാനാണ്. ചെറിയ ചെടികൾക്ക് ആദ്യം ഇതിൽ വളരാൻ പ്രശ്നമില്ല. പക്ഷേ റോസ് ചെടി വളരാൻ തുടങ്ങുമ്പോൾ വേര് വേഗത്തിൽ പോട്ട് മുഴുവൻ നിറയ്ക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ചെടിക്ക് കൂടുതൽ ന്യൂട്രിയൻസ് ലഭിക്കാതെ വളർച്ച കുറയാനും പൂക്കൾ കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 8 ഇഞ്ച് പോട്ട് ടെമ്പററി ഗ്രോവിംഗ് സ്റ്റേജിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്ക് 12 ഇഞ്ച് പോട്ടിനെ കുറിച്ച് അറിയാം. സാധാരണയായി റോസ് ചെടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പോട്ട് 12 ഇഞ്ച് പോട്ട് തന്നെയാണ്. കാരണം ഇതിൽ വേര് നന്നായി പരക്കാൻ മതിയായ സ്ഥലം ലഭിക്കും. വേരുകൾക്ക് സ്ഥലം ലഭിച്ചാൽ ചെടി കൂടുതൽ ശക്തമായി വളരുകയും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുകയും അതിനോടൊപ്പം പൂക്കളുടെ എണ്ണം കൂടുകയും ചെയ്യും. കൂടാതെ വലിയ പോട്ട് ആയതിനാൽ മണ്ണിൽ ന്യൂട്രിയൻസ് കൂടുതൽ സമയം നിലനിൽക്കും. അതിനാൽ ചെടി സ്ഥിരതയോടെ വളരുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം ഡ്രെയിനേജ് ആണ്. നിങ്ങൾ 8 ഇഞ്ച് പോട്ടാണോ 12 ഇഞ്ച് പോട്ടാണോ ഉപയോഗിക്കുന്നത് എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് പോട്ടിൽ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാകണം എന്നതാണ്. ഡ്രെയിനേജ് ശരിയായില്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതുവഴി റൂട്ട് റോട്ട് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.